ഫിഫയുടെ സർട്ടിഫിക്കേഷനുള്ള ഫുട്ബോൾ സ്റ്റേഡിയം. രാമവർമ്മ ശക്തൻ തമ്പുരാന്റെ പേരിൽ അറിയപ്പെടുന്ന തൃശൂർ പാലസ് ഗ്രൗണ്ട് മുനിസിപ്പൽ കോർപ്പറേഷന്റെ അധികാരത്തിലാണ്. ടിപ്പു സുൽത്താന്റെ സൈന്യം മൂലമുണ്ടായ നാശത്തിന് ശേഷം രാമവർമ്മ ശക്തൻ തമ്പുരാൻ തൃശൂർ പുനർനിർമ്മിച്ചു. അതിലെ കൊട്ടാരത്തിന്റെ ഭാഗമായിരുന്നു കൊട്ടാരം ഗ്രൗണ്ട്. ആയിരത്തി 1925 മധ്യ കേരളത്തിലെ ആദ്യത്തെ ഫുട്ബോൾ ടൂർണമെന്റിനെ പാലസ് ഗ്രൗണ്ട് വേദിയായി. 15,000 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്റ്റേഡിയമാണിത്. അന്താരാഷ്ട്ര നിലവാരത്തിലാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഭാരതത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റേഡിയങ്ങളിൽ ഒന്നാണിത്. ഫിഫയുടെ 2 സ്റ്റാർ സർട്ടിഫിക്കേഷനുള്ള സ്റ്റേഡിയം. മുപ്പത്തഞ്ചായിരം കാണികളെ ഉൾക്കൊള്ളിക്കാവുന്ന താൽക്കാലിക സ്റ്റേഡിയം നിർമ്മിച്ചതിനായുള്ള ഗിന്നസ് ബുക്കിന്റെ റെക്കോർഡ് ഇതിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളായ IM വിജയൻ, ജോപോൾ അഞ്ചേരി തുടങ്ങിയവരുടെ ഫുട്ബോൾ കളിത്തോട്ടിലാണ് ഇത്. ആയിരത്തി 1990 ഫെഡറേഷൻ കപ്പ് ഈ സ്റ്റേഡിയത്തിലാണ് നടന്നത്. 1981-82 1999-2000 സന്തോഷ് ട്രോഫി ഫുട്ബോൾ അരങ്ങേറിയത് ഇവിടെയാണ്. തൃശൂരിലെ ജനങ്ങളുടെ വികാരമായ ഫുട്ബോൾ എന്ന കായിക വിനോദത്തിന് ചിറകുകൾ മുളച്ചത് ഈ സ്റ്റേഡിയത്തിൽ നിന്നാണെന്ന് പറയാം. തൃശൂർ ജനങ്ങൾക്ക് ഫുട്ബോൾ ഒരു സംസ്കാരമാണ്. നിരവധി കായിക താരങ്ങൾക്ക് ജന്മം നൽകിയ സ്റ്റേഡിയം. ഇന്ത്യൻ ഫുട്ബോളിന് തൃശൂരും കോർപ്പറേഷൻ സ്റ്റേഡിയവും നിരവധി സംഭാവനകൾ നൽകി. തൃശൂരിന്റെ ഫുട്ബോൾ ചരിത്രം തുടങ്ങുന്നത് ഈ സ്റ്റേഡിയത്തിൽ നിന്നാണ്. നിരവധി ആളുകൾ കായിക പരിശീലനത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ഇവിടെ നിത്യസന്ദർശകരാണ്. ഇനിയും ഒരുപാട് കായിക താരങ്ങൾ ഭാരതത്തിന്റെ കായിക ഭാവിക്ക് ചുക്കാൻ പിടിക്കാൻ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലൂടെ ജന്മമെടുക്കട്ടെ.